ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് പെർമനന്റ് റെസിഡൻസിയാണ്. അതായത് UK PR വേഴ്സസ് ഓസ്ട്രേലിയൻ PR എന്നൊക്കെ പറയാം. ഇവ തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് മെസ്സേജുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. UK PR എടുത്തിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് ഒരു വൈസ് ആയിട്ടുള്ള ഡിസിഷൻ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് എനിക്കങ്ങനെ ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ല. എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ UK ഓസ്ട്രേലിയയിലും പെർമനന്റ് റെസിഡൻസിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണെന്നാണ് ഞാൻ റിസർച്ച് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായേക്കുന്നത്. അതായത് നമ്മൾ അവിടെ പെർമനന്റ് റെസിഡന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മുടെ എംപ്ലോയർ അല്ലാതെ നമുക്ക് അവരെ വിട്ടിട്ട് നമുക്ക് വേറെ എവിടെ വേണമെങ്കിലും പോയി ജോലി ചെയ്യാം. സെയിം ഓസ്ട്രേലിയയിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ജോബിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. നമ്മൾ ഇന്ന ആളുടെ അടുത്ത് വർക്ക് ചെയ്യണമെന്ന് യാതൊരു നിബന്ധനകളും ഇല്ല. അതുപോലെ തന്നെയാണ് മറ്റ് എലിജിബിലിറ്റികളും. അതായത് നമ്മളുടെ ഇപ്പം പിള്ളേരുടെ എഡ്യൂക്കേഷനൊക്കെ ആണെങ്കിലും അവിടുത്തെ ആ ഒരു റെസിഡന്റിന് കിട്ടുന്ന അതേ ആനുകൂല്യങ്ങൾ നമുക്കും കിട്ടും. അത് ഇവിടെയും ഓസ്ട്രേലിയയിലും അങ്ങനെ തന്നെയാണ്. രണ്ട് രാജ്യങ്ങളിലും അങ്ങനെയാണ്. അപ്പോൾ ബെനിഫിറ്റ്സിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അതിനകത്ത് വലിയൊരു വ്യത്യാസം എന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്, നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എല്ലാം തന്നെ രണ്ട് രാജ്യങ്ങളിലെ PR ഹോൾഡേഴ്സിനും സെയിം ആണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞേക്കുന്നത്. ബെനിഫിറ്റ്സിലൊന്നും വ്യത്യാസമില്ലെങ്കിൽ പിന്നെ ഇതിന്റെ മെയിൻ വ്യത്യാസം വരുന്നത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. UK PR മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു 5 വർഷം, അതിനിപ്പോൾ കൂട്ടാൻ പോവാണെന്ന് കേൾക്കുന്നു, അത് 10 വർഷം ആവാൻ പോവാണെന്ന് കേൾക്കുന്നു. ബട്ട് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ഒരു എംപ്ലോയർ സ്പോൺസേർഡ് വിസയിൽ 5 വർഷം നിന്നിട്ടുണ്ടെങ്കിലാണ് നമ്മൾ PR എലിജിബിൾ ആകുന്നത്. അതായത് നമ്മുടെ 5 വർഷം നമ്മൾ ആ ഒരു വർക്ക് വിസയിൽ അവിടെ നിന്ന് UK നിന്ന് കഴിയുമ്പോഴാണ് നമ്മൾ PR എലിജിബിൾ ആവുന്നത്. നേരെ മറിച്ച് ഓസ്ട്രേലിയയിലോട്ട് നമ്മൾ വിത്ത് PR ആണ്, ഒരു പെർമനന്റ് റെസിഡന്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് എൻ്റർ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ വർക്ക് വിസയിൽ ഇവിടെ വർക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇത്ര വർഷം ഉണ്ടായിരിക്കണമെന്നോ എന്നുള്ള യാതൊരു ക്രൈറ്റീരിയയും ഓസ്ട്രേലിയൻ PR ഇല്ല. അതേപോലെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം, നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മളുടെ ജോബ് ഇവിടുത്തെ സ്കിൽഡ് വർക്കർ ആ ഒരു ലിസ്റ്റിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് PR, അതായത് യാതൊരു എംപ്ലോയറും ഇല്ലാതെ ഒരു സ്പോൺസർഷിപ്പും ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടേക്ക് PR അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഒരു സ്പോൺസറിന്റെയും ആവശ്യമില്ല. അത് UK അങ്ങനെ ഒരു കാര്യം നടക്കില്ല. നമുക്ക് ഫസ്റ്റ് ഒരു സ്പോൺസർ വേണം. അതിനുശേഷം മാത്രമാണ് നമുക്ക് ഞാൻ പറയുന്നത് നമ്മളെ പോലെയുള്ള സാധാരണ മൈഗ്രൻസിന്റെ കാര്യമാണ് കേട്ടോ. കാരണം അതല്ലാതെ ഇപ്പൊ നമ്മളുടെ സ്പൗസ് UK സിറ്റിസൺ ഒക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അവിടെ PR ഒക്കെ കിട്ടാനുള്ള അങ്ങനത്തെയൊക്കെ കുറച്ച് ചാൻസുകളൊക്കെ ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് അതിനൊന്നുമുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. അപ്പം അത് ഒരു ഡീമെറിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് UK. കാരണം ഓസ്ട്രേലിയയിലേക്ക് നമുക്ക് ഇൻഡിപെൻഡന്റ് PR എടുത്തിട്ട് വരാം. അതല്ല എന്നുണ്ടെങ്കിൽ എംപ്ലോയർ തന്നെ നമുക്ക് PR സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതും അല്ലെങ്കിൽ നമ്മൾ വർക്ക് വിസയിൽ ഇവിടെ 1 ഇയർ ഒക്കെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻഡിപെൻഡന്റ് PR എടുക്കാനുള്ള ആ ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പിനുള്ള ആ ഒരു കാലതാമസം. ഞാൻ പറഞ്ഞ പോലെ UK നമ്മൾ 5 വർഷം കഴിഞ്ഞ് PR അപ്ലൈ ചെയ്ത് വീണ്ടും 1 ഇയർ അല്ലെങ്കിൽ 1 ഇയർ കഴിയുമ്പോഴാണ് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ഒരു 6-7 ഇയേഴ്സ് നമ്മൾ ആ ഒരു രാജ്യത്ത് നിൽക്കേണ്ടതായിട്ട് ഉണ്ട് ഒരു സിറ്റിസൺഷിപ്പിലേക്ക് പോകുമ്പോൾ. അതേസമയം നമ്മൾ ഓസ്ട്രേലിയയിലോട്ട് ഒരു PR എടുത്തിട്ട് ഫസ്റ്റ് എൻട്രി ചെയ്യുന്ന ഒരാൾക്ക് 4 വർഷത്തിന് ശേഷം നമ്മൾ സിറ്റിസൺഷിപ്പിന് എലിജിബിൾ ആവുകയാണ്. നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി. ബട്ട് സ്റ്റിൽ നമ്മൾ ആ ഒരു സിറ്റിസൺഷിപ്പിന് എലിജിബിൾ ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു വെയിറ്റിംഗ് പീരീഡ്, അതായത് നമുക്ക് ഒരു രാജ്യത്ത് ചെന്ന് അവിടെ സെറ്റിൽ ആവാനുള്ള ആ ഒരു വെയിറ്റിംഗ് ടൈം വളരെ കുറവാണ് UK വെച്ചിട്ട് ഓസ്ട്രേലിയക്ക്. ഇതിനെക്കാട്ടിലും എല്ലാം ഒരു വലിയ ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ഈ ഒരു PR വരുന്ന ഒരു എക്സ്പെൻസ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ UK ഒരു PR ഒരാൾക്ക് PR എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 3000 പൗണ്ട് അടുത്ത് വരുന്നുണ്ട്. നേരെ മറിച്ച് ഓസ്ട്രേലിയയിൽ നമ്മൾ 4 പേര്
പെർമനന്റ് റെസിഡൻസി എടുത്ത് വന്നപ്പോൾ ആകെ ചിലവായത് £5,000 ആണ്. അതായത് 4 മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലി PR അപ്ലൈ ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ആകെപ്പാടെ നമുക്ക് £5,000 ആണ് ആയിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല റീലൊക്കേഷൻ പാക്കേജ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു എക്സ്പെൻസ് മിക്കവാറും നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു എക്സ്പെൻസ് തന്നെയാണ് ഏറ്റവും വലിയ ഡിഫറൻസ് ആയിട്ട് എനിക്ക് ഈ 2 രാജ്യങ്ങളുടെ പെർമനന്റ് റെസിഡൻസി തമ്മിൽ തോന്നിയിട്ടുള്ളത്. പിന്നെ ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡൻസിക്ക് പേപ്പർ വർക്കും അതിൻ്റെ ക്രൈറ്റീരിയകളും എലിജിബിലിറ്റി ക്രൈറ്റീരിയകളും ഒക്കെ കുറച്ച് കൂടുതലാണ് UK കമ്പയർ ചെയ്യുമ്പം. UK നമ്മൾ 5 വർഷം നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു പെർമനന്റ് റെസിഡൻസിക്ക് എലിജിബിൾ ആവുകയാണ്. പിന്നെ UK നമ്മൾ ലൈഫ് ഇൻ ദ UK എന്നുള്ള എക്സാം ഒക്കെ എഴുതണം. അപ്പോൾ അത് എക്സാം വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ എന്നാലും ഓസ്ട്രേലിയക്ക് നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരു എക്സാമോ കാര്യങ്ങളോ ഒന്നും വേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷെ ആ ഒരു എക്സ്പെൻസ് വലിയൊരു ഡിഫറൻസ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഈ £3,000 പറഞ്ഞത് അത് സാധാരണ അപ്ലൈ ചെയ്യുമ്പോഴാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് നമുക്ക് സ്പീഡായിട്ട് വേണം അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് അതിലും കൂടുതലാകും. ഏകദേശം ഒരു £3,500 ഒരാളുടെ പെർമനന്റ് റെസിഡൻസിക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഒരു മെമ്പർ ഓഫ് 4 പെർമനന്റ് റെസിഡൻസി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു എമൗണ്ട് ചിലവാകും. ഇനി അഥവാ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് PR എടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും അവരുടെ വിസ വീണ്ടും റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പെൻസ് ആവുന്നുണ്ട്. അപ്പൊ ഇതാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ളൊരു വലിയൊരു വ്യത്യാസം എന്ന് തോന്നിയിരിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾക്ക് ഓസ്ട്രേലിയൻ PR എടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതിന് ഒരുപാട് പേപ്പർ വർക്കും നമ്മൾക്ക് ഒരുപാട് എഫേർട്ടിന്റെ കാര്യമുണ്ട്, ഒരുപാട് ടെൻഷൻ അടിക്കണം, ഒത്തിരി വെയിറ്റിംഗ് ടൈം ഉണ്ട്. വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണം, എന്താവും എന്നുള്ള രീതിയിലുള്ള. പിന്നെ നമുക്ക് PR വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കലൊക്കെ ചെയ്യുന്ന ആ ഒരു എക്സ്പെൻസ്, അത് ഒരുപാടൊന്നും വരുന്നില്ല. ഇപ്പം UK PR കമ്പയർ ചെയ്യുമ്പം നമുക്ക് അത്രയൊന്നും വരത്തില്ല. ഒരു 4 മെമ്പേഴ്സ് ഓഫ് ഫാമിലി ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പം മെഡിക്കൽ എക്സ്പെൻസും കൂടെ കൂട്ടിയാൽ പോലും ആ ഒരു UK PR അത്രയും ആവുന്നില്ല. അപ്പം എക്സ്പെൻസ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഇനി UK PR എലിജിബിലിറ്റി ആയിരിക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UK പാസ്പോർട്ടിന് ഓസ്ട്രേലിയൻ പാസ്പോർട്ടിനെക്കാട്ടിലും വാല്യൂ ഉണ്ട്. അതായത് നമ്മൾ ആ ഒരു പാസ്പോർട്ടിന്റെ പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ്സ് നമ്പർ 1 പാസ്പോർട്ട് എന്ന് പറയുന്നത് ജപ്പാനും സിംഗപ്പൂരും ആണെന്നാണ് ഞാൻ കണ്ടത്. അതായത് 2024 കണക്ക് വെച്ചിട്ട് ആ ഒരു ലിസ്റ്റിൽ 6ാം സ്ഥാനത്താണ് UK പാസ്പോർട്ട് നിൽക്കുന്നത്. അതേസമയം ഓസ്ട്രേലിയൻ പാസ്പോർട്ട് 8ാമത്തെ സ്ഥാനത്താണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. UK പാസ്പോർട്ടിനാണ് ഓസ്ട്രേലിയൻ പാസ്പോർട്ടിനെക്കാട്ടിലും വാല്യൂ ഉള്ളത്. പിന്നെ വൺസ് നമുക്ക് UK പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് നമ്മൾ PR അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ റിക്വയർമെന്റിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ അഫ്ര രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് മസ്റ്റ് ആണ്. പെർമനന്റ് റെസിഡൻസി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ UK പാസ്പോർട്ട് ഹോൾഡർ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ലാംഗ്വേജ് ടെസ്റ്റിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ അതും ഒരു കാര്യമാണ്. പിന്നെ ഓസ്ട്രേലിയൻ PRന്റെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓസ്ട്രേലിയയുടെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് ന്യൂസിലാൻഡ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഓസ്ട്രേലിയയിൽ നിൽക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു പെർമനന്റ് റെസിഡൻസി വെച്ചിട്ട് ന്യൂസിലാൻഡിൽ പോയിട്ട് വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എപ്പോൾ വേണേലും അവിടെ വിസിറ്റ് ചെയ്യാനൊക്കെ പോകാം. അവിടെ ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു വിസ അവിടുത്തെ കിട്ടും. അതല്ലാതെ നമ്മൾക്കിപ്പോൾ അവിടെ പോയി എത്ര നാൾ വേണേലും വർക്ക് ചെയ്യാനോ ജോലി ചെയ്യാനുള്ള ആ ഒരു സംഭവം കൂടെ നമുക്ക് ഈ ഓസ്ട്രേലിയൻ പാസ്പോർട്ട് വെച്ചിട്ട് സാധിക്കുന്നതാണ്. അപ്പം അത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് ഇവിടം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷനാണ് ന്യൂസിലാൻഡ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ അവിടെ പോയി നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാം. പ്ലസ് നമ്മളുടെ കയ്യിൽ ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡൻസി ഉണ്ട്. അപ്പോൾ 2 രാജ്യത്ത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേൾഡ് ഫേമസ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ എന്തായാലും UK തന്നെയാണ്. നമുക്കറിയാം കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് പോലെയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ
UK-യിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ PR എലിജിബിൾ ആയ ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ആ ഒരു സിറ്റിസൺഷിപ്പ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും അവർക്ക് അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ, കാരണം അവർ അവിടുത്തെ സിറ്റിസൺസ് ആണല്ലോ, അപ്പോൾ അത് ഒരുപാട് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ബെനിഫിറ്റ്സും കൂടെ ഉണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് PR-ഉം സിറ്റിസൺഷിപ്പും എടുത്തതിന് ശേഷം ഓസ്ട്രേലിയയിലോട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ട്. ഇനിയിപ്പം അതിനൊന്നും താല്പര്യമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അങ്ങനെ PR വേണം അല്ലെങ്കിൽ എടുക്കണം എന്നൊന്നും ചിന്തിച്ചില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്താൽ മതി എന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു PR-നോട് അടുത്തിട്ട് ഉള്ള ആളുകളാണ് UK-യിലുള്ളത് എന്നുണ്ടെങ്കിൽ എടുത്തിട്ട് വരുന്നതുകൊണ്ടും യാതൊരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഥവാ ഓസ്ട്രേലിയ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തിരിച്ച് UK പോയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ PR-നെ പറ്റിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഡൗട്ടുകൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് ഇതാണ് നല്ലത് അല്ലെങ്കിൽ അതാണ് നല്ലത് എന്നൊന്നും എനിക്ക് പറയാനായിട്ട് തോന്നുന്നില്ല. കാരണം രണ്ട് രാജ്യങ്ങൾക്കും അതിൻ്റെതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ചോയ്സ് ആണ്, അതായത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമ്മൾ ഏത് കാലാവസ്ഥയിൽ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇപ്പം മറ്റുള്ളവർ ചെയ്യുന്ന കണ്ടിട്ട് ഞാനും അതുപോലെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആ ഒരു മെന്റാലിറ്റിയോട് കൂടി നമ്മൾ ജീവിക്കേണ്ട രാജ്യം ഏതാണെന്നും അല്ലെങ്കിൽ ഏത് പെർമനന്റ് റെസിഡൻസിയാണ്, ഏത് സിറ്റിസൺഷിപ്പാണ് ഞാൻ എടുക്കണ്ടേ എന്നും നമുക്ക് തീരുമാനിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ എവിടെ ജീവിക്കണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം കയ്യിലാണ്. അപ്പം നന്നായിട്ട് റിസർച്ച് ചെയ്യുക, നല്ലൊരു വയസ്സായിട്ടുള്ള ഡിസിഷൻ എടുക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.